ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമാനായ പക്ഷികളായി കണക്കാക്കപ്പെടുന്ന കാക്കകളെക്കുറിച്ച് നിരവധി നിഗൂഢ വിശ്വാസങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഒരു കാക്ക മരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടാളികൾ ചുറ്റും കൂടിച്ചേരുകയും വിചിത്രമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുവെന്നും മരണശേഷം അവയ്ക്ക് ഒരുതരം ബന്ധമോ ആചാരമോ ഉണ്ടെന്നും ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. കാക്കകൾ മരിച്ച കൂട്ടാളികളുമായി ഇണചേരുന്നു എന്നും പറയപ്പെടുന്നു. കാലക്രമേണ ഒരു കഥ പോലെ പ്രചരിച്ച ഒരു കിംവദന്തി മാത്രമാണത്. ചത്ത കാക്കകൾക്ക് ചുറ്റും മറ്റു കാക്കകൾ വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മരിച്ചു കഴിഞ്ഞാൽ കാക്കകൾ മരിക്കുന്ന കൂട്ടാളികൾക്ക് ചുറ്റും ഒത്തുകൂടും. ഇത് ഒരു ശവസംസ്കാരം പോലെ തോന്നാം, പക്ഷേ യഥാർത്ഥ ശാസ്ത്രീയ കാരണം അതിൻ്റെ മരണകാരണം മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നതാണ്. മരണശേഷം അവ ഇണചേരും എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റായ ഒരു വിശ്വാസമാണ്. ആളുകൾ പലപ്പോഴും കാക്കയുടെ തിരക്കും ശബ്ദങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. അവർ ചത്ത കാക്കയുടെ ശരീരം പരിശോധിക്കുന്നു, പക്ഷേ ഇതുമായി യാതൊരു ശാരീരിക ബന്ധവുമില്ല. ഇതിന് ശാസ്ത്രീയ തെളിവുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സമീപത്തുള്ള കാക്കകൾ സഹപക്ഷികളെ അറിയിക്കാൻ ശബ്ദമുണ്ടാക്കുന്നു. ഇതൊരു തരം അപകട സൂചനയാണ്. ഇംഗ്ലീഷിൽ ഒരു കൂട്ടം കാക്കകളെ മർദർ എന്ന് വിളിക്കുന്നു. മധ്യകാല ഇംഗ്ലണ്ടിലാണ് ഈ പേര് ഉത്ഭവിച്ചത്. അക്കാലത്ത് കാക്കകൾ മരണം, യുദ്ധം, ദുശകുനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവയുടെ ഇരുണ്ട നിറം, ഉച്ചത്തിലുള്ള വിളി, മൃതദേഹങ്ങൾക്ക് ചുറ്റും കാണുന്ന ശീലം എന്നിവ ആളുകളെ കാക്കയുടെ ഒരു കൂട്ടത്തെ ഭയപ്പെടുന്നതായി കണക്കാക്കുകയും അവയെ മർദർ എന്ന് വിളിക്കുകയും ചെയ്തു. കാക്കകൾ അവിശ്വസനീയമാമിതം ബുദ്ധിശക്തിയുള്ളവയാണ്. ഒരു കൂട്ടുകാരൻ്റെ മരണം ആ പ്രദേശത്തിന് ഒരു ഭീഷണി ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. വേട്ടക്കാർ, രോഗങ്ങൾ, വിഷം അല്ലെങ്കിൽ മനുഷ്യ പ്രവർത്തനങ്ങൾ, അതിനാൽ അവർ ഒരുതരം ചെക്ക് പോയിന്റ് മീറ്റിംഗ് നടത്തുന്നു. അവ ഒരിടത്ത് ഒത്തുകൂടുമ്പോൾ ആളുകൾ കരുതുന്നത് അവർ കൂട്ടുകാരെ സംസ്കരിക്കുകയാണെന്നാണ്. പക്ഷേ അത് സത്യമല്ല. ലോകത്തിൽ നിരവധി തരം കാക്കകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ കാക്കകൾ രണ്ടു തരമേ കാണപ്പെടുന്നുള്ളൂ. ബലിക്കാക്കയും പേനക്കാക്കയുമാണവ. രണ്ടും ഒരേ വർഗമാണെങ്കിലും വ്യത്യസ്ത ജാതികളാണ്. ബലിക്കാക്ക ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരേപോലെ തോന്നാമെങ്കിലും സൂര്യപ്രകാശം പ്രതിഫലിക്കുമ്പോൾ ബലിക്കാക്കയും പേനക്കാക്കയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. കണ്ണാറൻ കാക്ക എന്ന് പറയുന്ന ബലിക്കാക്കയുടെ തൂവലുകൾ പൂർണ്ണമായും കറുത്ത നിറമാണ്. എന്നാൽ രാമൻ കാക്ക എന്ന് പറയുന്ന പേനക്കാക്ക കഴുത്തും തലയും ചാരനിറത്തിൽ കാണപ്പെടുന്നു. ബലിക്കാക്കയുടെ കൊക്കും ദേഹവും പേനക്കാക്കകളെക്കാൾ ദൃഢവും വലിപ്പമുള്ളതുമാണ്. പേനക്കാക്കകളുടെ മുഖം, താടി, തൊണ്ട എന്നിവയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളും കറുപ്പ് നിറമാണ്. ബലിക്കാക്ക എന്ന് വിളിക്കുന്നത് ചില മതങ്ങളുടെ ആചാരമായ തർപ്പണം ചെയ്യുന്ന ഇടങ്ങളിൽ ബലിക്കാക്കകൾ കൂടുതലായി കാണപ്പെടുന്നു എന്നതിനാലാണ്. മനുഷ്യന്റെ ജീവിതവുമായി പുരാതന കാലം മുതൽക്ക് കാക്കകൾ ബന്ധപ്പെട്ടിരിക്കുന്നതിനാലാണ് അവയ്ക്ക് ഇത്തരം മതാചാരങ്ങളുടെ സമയത്തും അല്ലാതെ ശബ്ദങ്ങൾ മുഖേനയും പ്രതികരിക്കാനാവുന്നത്. നനഞ്ഞ കൈകൾ കൊണ്ട് കൈകൊട്ടുന്നത് ബലിക്കാക്കകളെ വിളിച്ചു വരുത്തും എന്നും വിശ്വസിക്കുന്നവരാണ് കേരളത്തിൽ. ബലിക്കാക്കയും പേനക്കാക്കയും തമ്മിൽ സ്വഭാവത്തിൽ വ്യത്യാസമില്ല എന്നതും ഇരു കൂട്ടരും സമൂഹജീവികൾ ആണെന്നത് മൂലവും ഒരു ജാതിയിലെ തന്നെ പൂവനും പിടയുമാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ടെന്ന് പക്ഷി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു.